ഇതിൽ നമ്മൾ ലൈൻസൊക്കെ എങ്ങനെയാണ് മുത്തുകൾ വെച്ചിട്ട് ചെയ്യുന്നതെന്ന് നോക്കി. ഇനി അടുത്തത് ഒരു ഷേപ്പ് എങ്ങനെയാണ് മുത്തുകൾ വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇപ്പോൾ പല ഡിസൈൻസ് വരുന്നുണ്ട്, ഒരുപാട് ഷേപ്പുകളൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിലൊക്കെ എങ്ങനെയാണ് മുത്തുകൾ തുന്നുന്നതെന്നൊന്ന് കാണിക്കാം. ആദ്യം നമ്മൾ അതിൻ്റെ ആ പുറമേ വരച്ചിട്ടുള്ള ലൈനൊന്ന് ഫില്ല് ചെയ്യും, അതിനുശേഷം അതിൻ്റെ ഉൾഭാഗം ഫില്ല് ചെയ്യും. അപ്പോൾ ഇതിനും ഞാൻ ബാക്ക് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ബാക്കിയുള്ള മെത്തേഡുകളൊക്കെ പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് ബാക്ക് സ്റ്റിച്ചിന് 2 മുത്ത് വെച്ചിട്ടാണ് കൊടുത്തത്. 2 3 മുത്തുകളൊക്കെ നമുക്ക് മുത്തിൻ്റെ സൈസിനനുസരിച്ച് കൊടുക്കാം. ഒരുപാട് വലിയ മുത്താണെങ്കിൽ 3 4 ഒന്നും എടുത്താൽ ബോറായി പോകും, കാരണം അത് കറക്റ്റായിട്ട് ലൈനിൽ നിൽക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഔട്ട്ലൈൻ ഞാൻ ബാക്ക് സ്റ്റിച്ച് വെച്ച് കംപ്ലീറ്റ് ചെയ്തു. ഇനി അതിൻ്റെ ഉൾഭാഗവും അതേ സ്റ്റിച്ച് വെച്ചിട്ട് തന്നെയാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഷേപ്പൊക്കെ മുത്തുകൾ വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഏത് മുത്തുകൾ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റിച്ച് എന്നല്ല, നമ്മൾ നേരത്തെ കാണിച്ച എല്ലാ സ്റ്റിച്ചുകളും നമുക്ക് ഈ ഒരു ഷേപ്പ് ഫില്ല് ചെയ്യാനായിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ലൈൻ എങ്ങനെയാണ് കവർ ചെയ്യുന്നത് നോക്കി, ഷേപ്പ് എങ്ങനെയാണ് കവർ ചെയ്യുന്നതെന്നൊക്കെ നോക്കി. ഇനി നമ്മൾ അടുത്തതായിട്ട് നിറയെ ആകെ നമ്മൾ പടർന്ന് കിടക്കുന്ന രീതിയിൽ എങ്ങനെയാണ് മുത്തുകൾ ചെയ്യുന്നതെന്നൊന്ന് നോക്കാം.
ഇപ്പോൾ ഒരുപാട് ഡിസൈനുകൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിന് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മളെടുക്കുന്ന തുണിയുടെ അതേ കളർ തന്നെ നൂലെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ അധികം ചെയ്യുക നേരെ ഇതേപോലെ തുണിയിലൊന്ന് കൊത്തിയെടുത്തിട്ട് ആദ്യം ഒരു മുത്ത് ഒന്ന് കോർത്ത് കൊടുക്കും. ഇതേപോലെ ഒരു മുത്ത് തുന്നി കൊടുക്കും. നമ്മൾ നേരെ കോർത്തെടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്യും, അടുത്ത മുത്തും തുന്നി കൊടുക്കും. ഈ ഒരു രീതിയാണ് നമ്മൾ അധികം ആൾക്കാരും ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ പരിപാടിയൊക്കെ പെട്ടെന്ന് തീരും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എങ്ങാനും നൂല് ഒന്ന് പൊട്ടിപ്പോയാൽ, ഇപ്പോൾ അതാ ഞാനൊന്ന് കാണിക്കാം. ഇപ്പോൾ ഈ ഒരു നൂല് പൊട്ടാൻ നിൽക്കുക. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താലും ഇപ്പോൾ എന്തായി, നമ്മൾ തുന്നി കൊടുത്ത ആ 2 മുത്തും അവിടെ നിന്ന് അങ്ങ് പറഞ്ഞു പോരും. കണ്ടില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന വർക്കൊക്കെ ഒന്ന് കൊളായി കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചെറിയൊരു ട്രിക്ക് ഇവിടെ ഒന്ന് കൊടുത്തു നോക്കുക. അപ്പോൾ അതൊന്ന് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാകും. കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്താ പറയുക, ഒരു കാര്യം ചെയ്യാനായിട്ട് പല വഴികളുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണെന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ ഒന്ന് കുത്തിയെടുത്തിട്ട് ജസ്റ്റ് മുത്തൊന്നും ഇല്ലാതെ വെറുതെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ തുണിയുടെ അതേ കളർ ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ തുന്നിയതൊന്നും കാണുന്നില്ല. അങ്ങനെ 2-3 തുന്നുകൾ ഇതേപോലെ കൊടുക്കുക. ചെറിയ ചെറിയ കുട്ടി കുട്ടി തുന്നുകൾ നമ്മൾ ഇതേപോലെ കൊടുക്കുക. ആദ്യം നമ്മൾ മുത്തുകൾ തുന്നുന്നതിന് മുമ്പ് അവിടെ ഇവിടെയായിട്ട് ഓരോരോ തുന്നുകൾ ഇങ്ങനെ കൊടുക്കുക. അതിനുശേഷം മാത്രം നമ്മൾ ഒരു മുത്തെടുത്തിട്ട് തുന്നി കൊടുക്കുക. എവിടെയാണ് നമുക്ക് കൊടുക്കേണ്ടത് അവിടെ ഒരു മുത്തെടുത്തിട്ട് തുന്നി കൊടുക്കുക. കണ്ട, ഇതുപോലെ. ഇപ്പോൾ ഒരു മുത്ത് ഇങ്ങനെ തുന്നി കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ 2ാമത്തെ മുത്ത് നമ്മൾ തുന്നുന്നതിന് മുമ്പും ഇപ്പോൾ നേരത്തെ നമ്മൾ ചെറിയ ചെറിയ തുന്നൽ കൊടുത്തില്ലേ, അതുപോലെ 2-3 തുന്നലുകൾ കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ നൂല് പെട്ടെന്ന് പൊട്ടിപ്പോവുകയില്ല. അതിനി അഥവാ പൊട്ടിപ്പോയാൽ തന്നെ നമ്മൾ കൊടുത്ത മുത്തൊന്നും പറഞ്ഞു പോയില്ല, പെട്ടെന്നൊന്നും പറഞ്ഞു പോരില്ല. പറഞ്ഞു പോരില്ല എന്ന് പറയില്ല, പെട്ടെന്നൊന്നും പറഞ്ഞു പോരില്ല. കണ്ടോ, ഇതേപോലെ ചെറിയ ചെറിയ തുന്നലുകൾ കൊടുക്കുക. അതിനുശേഷം അടുത്ത മുത്ത്. ഇങ്ങനെ ഓരോ മുത്തുകൾ തുന്നുന്നതിൻ്റെ ഇടയിൽ നമ്മൾ തുണിയിൽ ചെറിയ ചെറിയ തുന്നലുകളൊന്ന് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് എത്ര മുത്തുകൾ വേണമെങ്കിലും തുന്നി കൊടുക്കാം.
അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ ടൈപ്പ് ബീഡ്സും തുന്നി കൊടുക്കാം. കട്ട് ബീഡ്സ്, ഷുഗർ ബീഡ്സ്, വലിയ ടൈപ്പ് ബീഡ്സ്, പിന്നെ ട്യൂബ് ബീഡ്സ് എല്ലാം നമുക്ക് ഈ ഒരു രൂപത്തിൽ തുന്നി കൊടുക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കൊണ്ടുപോയി നിർത്തുന്നത് ഇതേപോലെ തന്നെ ചെറിയ ചെറിയ തുന്നലുകൾ കൊടുത്തിട്ട് വേണം നിർത്താൻ. അതല്ലാതെ നമ്മൾ നേരെ മുത്ത് തുന്നിയിട്ട് കൊണ്ടുപോയി നിർത്തരുത് കേട്ടോ. ഇതുപോലെ ചെറിയ ചെറിയ തുന്നലുകൾ കൊടുത്തിട്ട് അതിന് ശേഷം കൊണ്ടുപോയി നിർത്തുക. അത് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെയും താഴെ കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇപ്പോൾ സ്റ്റിച്ചുകൾ വന്നിട്ടുള്ളത്. കാണുന്നുണ്ടല്ലോ അല്ലേ, ഉണ്ടോ? അപ്പോൾ നമ്മൾ കൊടുത്ത ചെറിയ ചെറിയ തുന്നലുകളാണ് ഈ കാണുന്നത്. ഇനി ഇത് നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ തന്നെ വേണമെങ്കിൽ ഒന്ന് തുണിയിൽ ഇതേപോലെ തുണിയോട് ചേർത്തിട്ട് നമുക്ക് ഇതേപോലെ ഓരോ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ തുണിയോട് ചേർത്ത് തുന്നിയാലും കാണില്ല, സെയിം കളർ തന്നെയല്ലേ നൂല്, അതുകൊണ്ട്. ഇപ്പോൾ ഇതാ മുത്തുകളൊക്കെ നന്നായിട്ട് ഉറച്ച് നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു വഴികളൊക്കെയാണ് നമ്മൾ തുണിയിൽ മുത്തുകളൊക്കെ തുന്നി കൊടുക്കുന്നത്. ഉണ്ടോ? നമ്മളിപ്പോൾ പല വഴികളും നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് എളുപ്പം ആ രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.